വീണ്ടും ബാംഗ്ലൂരിലെ ഒരു വീക്കെൻഡാണ്. ഈ കൊട്ട വെയിലത്ത് എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിക്ക ആൻഡ് ഫാമിലിയുടെ വീട് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടിപ്പട്ടാളത്തിന് വാങ്ങിയിട്ട് ഞങ്ങൾ വീട് അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നു നോക്കിയേ. പിന്നീട് അങ്ങോട്ട് വഴി കാണിക്കാൻ ഇവനാണ് ഉണ്ടായിരുന്നത്. ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ അന്വേഷിച്ചിട്ട് ഇവളും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടിപ്പട്ടാളം. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. തനിക്കുട്ടി ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തലേന്ന് തന്നെ വരുന്ന ടൈമൊക്കെ കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ടാണ് പോയിരുന്നത്. അവളുടെ ബാംഗ്ലൂരിലെ 2 ഫ്രണ്ട്സാണ് ഞാനും ഐശ്വര്യയും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ക്യൂട്ട് വെൽക്കം ബൊക്കെയൊക്കെ ഉണ്ടാക്കി. താങ്ക് യു, നിങ്ങളിനി ഇവിടെ തന്നെ നിന്നോളൂ എന്നൊക്കെയാണ് തനു പറയുന്നത്. പിന്നെ ഇത് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. പിന്നെ കുറച്ച് നേരം അവരോട് ചിരിച്ച് കളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ നേരെ നമ്മുടെ മെയിൻ ഐറ്റമായ ബിരിയാണിയിലേക്ക് പോയി. നല്ല മലപ്പുറം സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. ഫുഡടിക്ക് ശേഷം പിന്നെ വിശ്രമവേളകൾ ആനന്ദകരമാണ്. ജീവിതം പരീക്ഷ എന്ന് നേരറിഞ്ഞില്ലാശിച്ചൊരുന്നമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ എത്രയോ പാട്ടുപാടിയും ഫാമിലിയോട് സംസാരിച്ചിരുന്നും ആ വീക്കെൻഡ് സാറ്റർഡേ എങ്ങനെ പോയെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് തനുവിൻ്റെ ഉള്ളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണർന്നത്. എന്നെ പുതുമാരിയാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് തനു. മഫ്തൊക്കെ ഇട്ട് ഒരു പുതുപ്പെണ്ണാക്കാം എന്ന് എന്നോട് തനു പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒപ്പനയിലേക്ക് കിടന്നു. കല്യാണപ്പെണ്ണ് ഞളക്കി. വൈകുന്നേരം ആയതുപോലും അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഈ ഒരു വീക്കെൻഡ് സാറ്റർഡേ നന്നായി അടിച്ചു പൊളിച്ച് നേരെ വീട്ടിലേക്ക്.